الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനുള്ള ഇബാദത്തിൻ്റെയും ദിക്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പരിശുദ്ധ മക്ക. പരിശുദ്ധ കഅബയും ഹജറുൽ അസ്വദും മഖാമു ഇബ്രാഹീമും ഹിജ്ർ ഇസ്മായിലും സംസമും സഫയും മർവയും മിനയും അറഫയും മുസ്ദലിഫയും ജംറയും അടങ്ങുന്ന പുണ്യസ്ഥലങ്ങളും ജബലു സൗറും ജബലു ഹിറ അതുപോലെയുള്ള ഷഅബ് അബി ത്വാലിബ് തുടങ്ങിയ ചരിത്രത്തിലേറെ സ്ഥാനം പിടിച്ച സ്ഥലങ്ങളുമൊക്കെ ആ രൂപത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ലോക ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് പരിശുദ്ധ മക്ക എന്നുള്ളത്. അതൊരു പുണ്യഭൂമിയാണ്. ഇസ്ലാമിൻ്റെ ഷിആറുകളെ കുറിച്ചറിയുകയും ഇസ്ലാമിൻ്റെ ഷിആറുകളെ മനസ്സിലാക്കുകയും അതിലൂടെ ആ ഷിആറുകളെ ബഹുമാനിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കണം, അറിയണം. ذَلِكَ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്, മതചിഹ്നങ്ങളാണ്. അതിനെ ആർക്കാണോ ആദരിക്കാനും ബഹുമാനിക്കാനും സാധിച്ചത്, തീർച്ചയായും അതവൻ്റെ ഹൃദയത്തിൻ്റെ തഖ്വയുടെ അടയാളമാണ്, അത് തഖ്വയുടെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നതാണ്, ആരാധിക്കുക എന്നതല്ല. അതാണ് വിശുദ്ധ ഖുർആൻ കഅബയെക്കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞത് ഫലിയഅ്ബുദു റബ്ബ ഹാസൽ ബൈത്ത്. കഅബയെ ആരാധിക്കലല്ല, ആ കഅബയുടെ നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പരിശുദ്ധ കഅബാലയം എന്നതാണ്. ആ കഅബാലയവുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ കഅബാലയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും വിശദീകരിച്ച ഹദീസുകളും നമുക്ക് വായിക്കാൻ കഴിയും. ലോകത്ത് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് പരിശുദ്ധ കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അവിടെ അല്ലാഹു പ്രയോഗിച്ചൊരു പദം ബിബക്കത മുബാറകൻ എന്നാണ്. മക്കയുടെ മറ്റൊരു പേരായിട്ടാണ് ബക്ക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അനുഗ്രഹീതമാക്കപ്പെട്ട ബക്ക, അനുഗ്രഹീതമാക്കപ്പെട്ട ഭവനം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ഈ പള്ളിയെ, കഅബാലയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യമായി നിർമ്മിച്ച, അള്ളാഹുവിനെ ആരാധിക്കാൻ ലോകത്താദ്യമായി നിർമ്മിച്ച പള്ളിയാണ് പരിശുദ്ധ കഅബാലയം.
കഅബ എന്ന പേരിൽ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാം ഖിയാമൻ ലിന്നാസ്. ഈ പരിശുദ്ധ ഭവനത്തെ കഅബാലയത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിരിക്കുന്നു, അതിന് കാരണമാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. മാത്രവുമല്ല, മറ്റൊരു സ്ഥലത്ത് ഈ ഭവനത്തെ വിശേഷിപ്പിച്ചത് പുരാതന ഭവനമെന്നാണ്. വല്യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. ആ പുരാതന ഭവനത്തെ നിങ്ങൾ തവാഫ് ചെയ്യുക, പ്രദക്ഷിണം ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കഅബാലയം കെട്ടിയുയർത്തിയത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടിയാണ്. എന്നാൽ ആദ്യമായി കഅബാലയം നിർമ്മിച്ചത് ആരാണ് എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ചർച്ച നടന്നിട്ടുണ്ട്. അത് മലക്കുകളാണെന്നും ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണെന്നും അതിനുശേഷം പിൽക്കാലത്ത് പല കാലങ്ങളിലായി ഘട്ടങ്ങളിലായി ആ കഅബാലയം പുതുക്കിപ്പണിതുവെന്നും കെട്ടിയുയർത്തിയെന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ആ കഅബാലയം അവിടെ പണിയുന്നതിന് മുൻപേ ആ ഒരു സ്ഥാനം അവിടെയുണ്ട്. അവിടെ ഒരു സ്ഥാനം ആദ്യമേ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മക്കയുടെ വിജനമായ പ്രദേശത്ത് തൻ്റെ ഭാര്യയെയും മകനെയും തനിച്ചാക്കി തിരിച്ചു പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അന്നവിടെ കഅബാലയമില്ല. അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, ചില റിപ്പോർട്ട് പ്രകാരം 35 വർഷത്തിന് ശേഷമാണ് ഈ കഅബാലയത്തിൻ്റെ പണി ആരംഭിച്ചത് എന്നൊക്കെ കാണാൻ കഴിയും. ഇസ്മായിൽ നബിയുടെ 33-ാമത്തെ വയസ്സിലാണെന്നും ഇസ്മായിൽ നബിയുടെ 35-ാമത്തെ വയസ്സിലാണെന്നൊക്കെ പറയുന്നു, അല്ലാഹു ആലം. ഏതായിരുന്നാലും വർഷങ്ങൾക്ക് ശേഷമാണ് കഅബാലയത്തെ കെട്ടിയുയർത്തുന്നത്. പക്ഷേ ആദ്യമായി മക്കയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്നൊരു ദുആയിൽ പറഞ്ഞൊരു വാചകമുണ്ട്, അല്ലാഹുവേ, എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തെ ഞാനിതാ ഇവിടെ തനിച്ചാക്കി തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് പ്രയോഗിച്ചൊരു വാചകമുണ്ട്, ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അരികിൽ എന്ന്. ഇതെപ്പോഴാ പറയുന്നത്? ആദ്യമായി മക്കയിലേക്ക് വന്ന സമയത്ത്. അന്നവിടെ കഅബയില്ല. അന്ന് ഇസ്മായിൽ നബി ചെറുതാണ്, അമ്മിഞ്ഞ കുടിക്കുന്ന മുലപ്പാൽ കുടിക്കുന്ന പ്രായമാണ്, വേറെ ആരും അവിടെയില്ല. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി കഅബാലയം പണിയുന്നതിന് മുൻപേ തന്നെ അത്തരമൊരു സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സ്ഥലത്താണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി കഅബാലയത്തെ കെട്ടിയുയർത്തുന്നത്. ആ രംഗം ഖുർആൻ ഇങ്ങനെയാണ് പറഞ്ഞത്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി കഅബാലയത്തെ കെട്ടിയുയർത്തിയ സന്ദർഭം നബിയെ താങ്കൾ ഓർക്കുക എന്നതാണ്. ഈ ഒരു രംഗം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ സുദീർഘമായി വിശദീകരിക്കുന്നുണ്ട്. ഞാനതിന് ചില ആശയങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇസ്മായിൽ നബിയെയും ഉമ്മയായ ഹാജറിനെയും മക്കയിൽ തനിച്ചാക്കി തിരിച്ചുപോയി. അതിനുശേഷം അവിടെ ആളുകൾ വന്നു കൂടുന്നുണ്ട്. അവിടെ ആളുകൾ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അതിനും വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി പിന്നെയും അവിടേക്ക് ഇസ്മായിൽ നബി അറുക്കണമെന്ന സ്വപ്നത്തിൻ്റെ സന്ദേശവുമായി വരുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഒരിക്കൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടേക്ക് കടന്നു വരികയാണ്. അതിനിടയിൽ ഇസ്മായിൽ നബി വളർന്നു യുവാവായി. ഇസ്മായിൽ നബിയുടെ വിവാഹം കഴിഞ്ഞു. അതിനൊക്കെ ശേഷം നല്ലൊരു യുവാവായ ഇസ്മായിൽ നബിയുടെ അടുത്തേക്ക് ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അങ്ങനെ ആ വാപ്പയും മകനും കണ്ടുമുട്ടുകയാണ്. ആ രംഗം ഇമാം ബുഖാരി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്,
വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകനെ കണ്ടുമുട്ടുമ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സംസമിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു എന്നാണ്. അവിടെ വെച്ചാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും വീണ്ടും കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് മകനെ വിളിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാ ഇസ്മായിൽ ഇന്നല്ലാഹ അമറനി ബി അംറിൻ. ഇസ്മായിൽ, ഇതാ അള്ളാഹു എന്നോടൊരു കാര്യം കൽപ്പിച്ചിരിക്കുന്നു. ഒരു പ്രത്യേകമായ അള്ളാഹുവിൻ്റെ കൽപ്പനയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കേട്ട മാത്രയിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഫസ്നഉ മാ അമറക റബ്ബുക്. ഉപ്പ, നിങ്ങളുടെ റബ്ബ് എന്താണോ പറഞ്ഞത്, നിങ്ങളുടെ റബ്ബ് എന്താണോ കൽപ്പിച്ചത്, അത് താങ്കൾ നിറവേറ്റുക. വതുഈനുനി. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് ചോദിക്കുകയാണ്, മോനെ നീ എന്നെ സഹായിക്കോ? അള്ളാഹു കൽപ്പിച്ച ആ കാര്യം നിറവേറ്റാൻ നീ എന്നെ സഹായിക്കോ? ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, തീർച്ചയായും ഉപ്പാനെ അതെ, വഅഈനുക, താങ്കളെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. നോക്കൂ നിങ്ങൾ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പക്ക് ആശ്വാസത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് കാര്യവും അങ്ങനെയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മയുടെ മടിത്തട്ടിൽ കൃത്യമായ ദീനനുസരിച്ച് വളർന്ന ഒരു യുവാവാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഉപ്പയുടെ സാമീപ്യം അവിടെ ഉണ്ടായിട്ടില്ല. അന്ന് പോയതാ, പിന്നെ വന്നത് അറുക്കണമെന്ന് പറയാനാ. ഉപ്പയെ അതുവരെ കണ്ടിട്ടില്ല ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ സമയത്ത് വന്ന്, മോനെ നിന്നെ അറുക്കണമെന്ന് പടച്ച റബ്ബിന്റെ കൽപ്പനയുമായി ഞാൻ വന്നിരിക്കുന്നുവെന്ന് പറയുമ്പോ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്, ഫൻദുർ മാദാ തറാ, എന്താണ് മോനെ നിന്റെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നൊരു വാചകമുണ്ട്, യാ അബതിഫ് അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഉപ്പ, നിങ്ങൾ എന്താണോ റബ്ബ് പറഞ്ഞത് താങ്കളത് നിറവേറ്റുക. താങ്കളോട് എന്താണോ റബ്ബ് പറഞ്ഞത് താങ്കളത് നിറവേറ്റുക. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ് എന്ന് ഇസ്മായിൽ നബിക്ക് ആര് പഠിപ്പിച്ചു? അള്ളാഹുവിനെ കുറിച്ച് ഇസ്മായിൽ നബിക്ക് ആര് പഠിപ്പിച്ചു? നാളെ പരലോകത്ത് വെച്ച് കാണാം ഉപ്പ എന്ന് ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ പരലോകത്തെക്കുറിച്ച് ആ മോന് ആര് പഠിപ്പിച്ചു? ഉമ്മയായ ഹാജർ പഠിപ്പിച്ചു. വാപ്പ ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് പോയതാ, ചെറുപ്പത്തിൽ അവിടെ കൊണ്ടുവന്നാക്കി തിരിച്ചു പോയതാ, പിന്നെ വരുന്നത് മോനെ നിന്നെ അറുക്കണമെന്ന് പറയാനാ. ആ സമയത്ത് ഇസ്മായിൽ നബി പറഞ്ഞു, ഉപ്പ, നിങ്ങൾ എന്താണോ പടച്ച റബ്ബ് കൽപ്പിച്ചത് അത് നിങ്ങൾ നിറവേറ്റുക എന്ന്. അങ്ങനെയാണ് ആ മകൻ്റെ മറുപടി. എന്നിട്ട് ഇബ്രാഹിം നബി ഒരു പ്രദേശം ചൂണ്ടിക്കാണിച്ചു, ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പന അവിടെ ഒരു ഭവനം പണിയണമെന്നാണ്, അവിടെ ഒരു മന്ദിരം പണിയണമെന്നാണ്. അങ്ങനെ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും കൂടി അവിടെ ആ കഅബാലയം കെട്ടിയുയർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണത്. അങ്ങനെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ രംഗം. ഇവർ രണ്ടുപേരും ഓരോ കല്ലെടുത്ത് വെക്കുമ്പോഴും പറയുന്ന വാചകം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചു എന്നാണ്, അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണേ നാഥ. ഒരു പ്രാവശ്യമല്ല, മറിച്ച് ഓരോ കല്ലെടുത്ത് വെക്കുമ്പോഴും ഈ രണ്ടുപേരും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് നിർവഹിച്ചത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത സ്ഥലത്ത്, അഥവാ നേരത്തെ ഒരു സ്ഥാനമുണ്ടായിരുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി ആ കഅബാലയത്തെ കെട്ടിയുയർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒന്നാമത്തെ ഭവനം. ഇതാണ് ആദ്യത്തെ ഭവനം. ഇതാണ് അനുഗ്രഹീത ഭവനം. ലോക മുസ്ലിമീങ്ങളുടെ കിബലയായി അള്ളാഹു കഅബയെ നിശ്ചയിച്ചിട്ടുണ്ട്. ലോക മുസ്ലിമീങ്ങളുടെ കിബലയാണ് കഅബ. ലോകത്തെവിടെയുള്ള മനുഷ്യന്മാരായാലും ഒരു മുസ്ലിമിൻ്റെ കിബില കഅബയാണ്. ഖുർആൻ പറയുന്നുണ്ട്,
ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാ, നബിയേ, താങ്കളുടെ കണ്ണുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർബന്ധമാക്കിയ അന്ന് മുതൽ മസ്ജിദുൽ അഖ്സക്ക് നേരെയാണ് കിബിലയായി സ്വീകരിച്ചിരുന്നത്. അന്നു മുതൽ മസ്ജിദുൽ അഖ്സയാണ് കിബില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു ഈ മസ്ജിദുൽ ഹറമിനെ കിബിലയായി കിട്ടിയിരുന്നെങ്കിൽ എന്ന്. മസ്ജിദുൽ ഹറമിനെ കിബിലയായി കിട്ടിയിരുന്നെങ്കിലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി ആകാശത്തേക്ക് നോക്കും, വഹ്യുമായി മലക്ക് വരുന്നുണ്ടോ, ജിബ്രീൽ വരുന്നുണ്ടോ എന്ന്. ഇല്ല, മക്കയിൽ വെച്ച് വന്നില്ല. മദീനയിലേക്ക് പോയി 17 മാസക്കാലത്തോളം മസ്ജിദുൽ അഖ്സക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിച്ചു. അങ്ങനെ ഹിജ്റ 2-ാം വർഷം സുബഹിന്റെ സമയം, സുബഹിക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ഏതാനും സമയങ്ങൾക്ക് മുൻപാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. നബിയേ, താങ്കളുടെ മുഖം, താങ്കളുടെ കണ്ണുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. താങ്കളുടെ ഇഷ്ടമാണ്, മനസ്സിൻ്റെ ആഗ്രഹമാണത്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് താങ്കളുടെ ഇഷ്ടപ്രകാരം ഇന്നു മുതൽ, അടുത്ത നമസ്കാരം മുതൽ കഅബാലയത്തെ മസ്ജിദുൽ ഹറമിനെ കിബിലയായി സ്വീകരിച്ചു കൊള്ളുക. ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദുൽ ഹറാം. ഇന്നു മുതൽ മസ്ജിദുൽ ഹറമാണ് കിബില, അതിന് നേരെ തിരിക്കുക. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റ. എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്കാണ് തിരിയേണ്ടത്. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളുടെ കിബിലയാണ്, ജീവിച്ചിരിക്കുന്നവരുടെ മാത്രമല്ല, മരണപ്പെട്ടവൻ്റെയും കിബിലയാണ് പരിശുദ്ധ കഅബാലയം. ഒരാൾ മരിച്ചാൽ നമ്മൾ ഖബറിൽ വെക്കുമ്പോൾ ചരിച്ചു കിടത്തൂലേ? കഅബക്ക് നേരെയാണ്, കിബിലക്ക് നേരെയാണ് ആ മയ്യത്തിനെ ചരിച്ചു കിടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ്റെയും മരണപ്പെട്ടവൻ്റെയും കിബിലയാണ് പരിശുദ്ധ കഅബാലയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർന്നില്ല, അവിടുത്തെ ഒരു റക്അത്തിന് 1,00,000 റക്അത്തിൻ്റെ പ്രതിഫലമാണ്. പരിശുദ്ധ കഅബാലയത്തിൽ സ്വലാത്തും ഫിൽ മസ്ജിദിൽ ഹറാം അഫ്ളലു മിൻ 100,000 സ്വലാഹ്. ഒരു നമസ്കാരത്തിന് 1,00,000 നമസ്കാരത്തിൻ്റെ പ്രതിഫലം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ലോകത്ത് മറ്റൊരു പള്ളിയിലും ഇല്ല അത്. 1,00,000 റക്അത്തിൻ്റെ 1,00,000 നമസ്കാരത്തിൻ്റെ പ്രതിഫലം ഒരു നമസ്കാരത്തിന് കിട്ടുന്ന പള്ളി അതാണ് കഅബാലയം, അതാണ് മസ്ജിദുൽ ഹറം. തീർന്നില്ല, നിങ്ങൾ ഏതെങ്കിലും പള്ളിയിലേക്ക്, ഏതെങ്കിലും പ്രത്യേകമായ പുണ്യകേന്ദ്രം, പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് സിയാറത്ത് ടൂർ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ സിയാറത്ത് നടത്തുന്നുവെങ്കിൽ ലോകത്ത് 3 പള്ളിയിലേക്കല്ലാതെ മറ്റൊരു പള്ളിയിലേക്ക് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. 3 പള്ളി, അതിലൊന്നാമത്തെ പള്ളിയാണ് മസ്ജിദുൽ ഹറം. ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളിയിലേക്കല്ലാതെ നിങ്ങൾ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യല്ലേ എന്നാണ്. ലോകത്ത് 3 പള്ളികൾ കഴിഞ്ഞാൽ ബാക്കി എല്ലാ പള്ളിയും ഒരുപോലെയാണ്. ഇന്ന മഹാന്റെ ഖബറുണ്ടവിടെ, ഇന്ന മഹാന്റെ ജാറമുണ്ടവിടെ, ഇന്ന മഹാന്റെ ഉറൂസ് നടക്കുന്നുണ്ടവിടെ. ഇല്ല, ഭീമാ പള്ളിയായാലും ഏറുവാടി പള്ളിയായാലും ഏത് ലോകത്ത് ആകാശത്തിന് കീഴെ ഈ 3 പള്ളി കഴിഞ്ഞാൽ ഒന്ന് മസ്ജിദുൽ ഹറമാണ്, മസ്ജിദുൽ നബവിയാണ്, മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളി കഴിഞ്ഞാൽ ലോകത്തെല്ലാ പള്ളിയും ഒരുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, തവാഫ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ഒരേ ഒരു കേന്ദ്രം, ഒരേ ഒരു ഭവനം, അത് പരിശുദ്ധ കഅബാലയം മാത്രമാണ്. മറ്റൊരു ഭവനത്തിൻ്റെ ചുറ്റും തവാഫ് ചെയ്യാൻ പാടില്ല. പുണ്യമാഗ്രഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഏക കേന്ദ്രം അത് പരിശുദ്ധ കഅബാലയം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ സഹോദരങ്ങളെ, പരിശുദ്ധ കഅബാലയത്തിന്, മസ്ജിദുൽ ഹറമിന് ഈ രൂപത്തിൽ വലിയ പ്രത്യേകതകളും പ്രാധാന്യവും മഹത്വങ്ങളും വിശദീകരിച്ച ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കൂ നിങ്ങൾ, കഅബയുമായി ബന്ധപ്പെട്ട് ചില ചരിത്ര സംഭവങ്ങളുണ്ട്. ഒരിക്കൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് രാജാവ്
യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് രാജാവ്, ആ അബ്രഹത്ത് രാജാവ് തീരുമാനിക്കുകയാണ് കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടി, കഅബാലയത്തെ തകർക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി മക്കയിലേക്ക് കടന്നു വന്ന അബ്രഹത്ത് രാജാവും സൈന്യവും അള്ളാഹുവിൻ്റെ അതിശക്തമായ രൂപത്തിൽ ആ സൈന്യത്തെ തകർത്ത് അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫീൽ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അബ്രഹത്ത് രാജാവ് യമനിലെ ഒരു വലിയ ക്രിസ്തീയ ദേവാലയം പണിതു എന്നാണ്. മക്കയിലേക്ക് ആളുകൾ പോകുന്നത് തടയാൻ യമനിൽ വലിയൊരു ക്രിസ്തീയ ദേവാലയം പണിതു അബ്രഹത്ത് രാജാവ്. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇനി ആരും മക്കയിലേക്ക് പോകരുത്, ഇനി ആരും കഅബയിലേക്ക് പോകരുത്, എല്ലാവരും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ആളുകളെ തടഞ്ഞുവെന്ന് മാത്രമല്ല ഭീഷണിപ്പെടുത്തി. അതിന് പ്രതികാരമായി അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരറബി ചെയ്തത് ഈ ക്രിസ്തീയ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ മലമൂത്ര വിസർജനം നടത്തിയെന്നാണ്. അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുവെന്ന് ചരിത്രം വേറെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ അബ്രഹത്ത് രാജാവ് ചെയ്ത തോന്യാസത്തിന് പ്രതികാരമായി ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു അത്. അവസാനം ഇതൊന്നും കണ്ടിട്ട് ആളുകൾ നിൽക്കുന്നില്ല, ആളുകൾ പോവാണ് മക്കത്തേക്ക്, ഹജ്ജിന് പോകാണ്. അവരോട് പറഞ്ഞു, ഹജ്ജിന് അങ്ങോട്ട് പോകണ്ട, എല്ലാവരും ഇങ്ങോട്ട് വരണം, നിങ്ങൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം എന്ന് അബ്രഹത്ത് രാജാവ് പറഞ്ഞു. അവസാനം അതൊന്നും ആളുകൾ കേട്ടില്ല. പിന്നെ അബ്രഹത്ത് രാജാവ് തീരുമാനിച്ചു, ഇനിയുള്ള പോംവഴി കഅബയെ തകർക്കുക എന്നതാണ്. കഅബയെ തകർക്കാൻ ആനപ്പട്ടാളവുമായി അബ്രഹത്ത് രാജാവും സൈന്യവും മക്കയിലേക്ക് പുറപ്പെടുകയാണ്. കഅബാലയത്തിൻ്റെ കുറച്ചപ്പുറത്ത് വെച്ച് ആ ആനപ്പടയുടെ കാലുകൾ താഴോട്ട് ആഴ്ന്നു പോവുകയാണ്. എങ്ങനെ നോക്കിയിട്ടും കഅബാലയത്തിന് നേരെ നടക്കാൻ ആനകൾക്ക് കഴിയുന്നില്ല. അതിൻ്റെ എതിർഭാഗത്തേക്ക് തിരിച്ചാൽ ആനകൾ അങ്ങോട്ട് പോകും, വേറെ ഭാഗത്തേക്ക് തിരിച്ചാൽ ആനകൾ അങ്ങോട്ട് പോകും. പക്ഷേ കഅബാലയത്തിന് നേരെ മാത്രം ആനകൾ പോകുന്നില്ല. ആ രംഗം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അല്ലാഹു ചോദിക്കുകയാണ്, അലം തറ, നീ കണ്ടില്ലേ എന്നാണ്. നീ കണ്ടില്ലേ? കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലേ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ കുതന്ത്രങ്ങളെല്ലാം അല്ലാഹു തകർത്തു കളഞ്ഞില്ലേ? വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അബാബീൽ എന്ന പക്ഷികളെ ആ സൈന്യത്തിന് നേരെ പടച്ച റബ്ബ് അയക്കുകയാണ്. ഇനിയോ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ചുട്ടുപഴിപ്പിച്ച ഇഷ്ടിക കഷ്ണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആനപ്പട്ടാളത്തെ തകർത്തു കളഞ്ഞുവെന്നാണ്. നോക്കൂ നിങ്ങൾ, ഖുറൈശികൾ വലിയ സംഘബലമുള്ളവരായിരുന്നു. പക്ഷേ ആനപ്പട്ടാളത്തെ അന്നു വരെ നേരിട്ട് ഖുറൈശികൾക്ക് പരിചയമില്ല. ആര് വന്നാലും നേരിടാനുള്ള ധൈര്യവും ചങ്കുറപ്പും എല്ലാം അവർക്കുണ്ട്. പക്ഷേ ആനപ്പട്ടാളത്തെ ഇന്നു വരെ അവർ നേരിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആനപ്പട്ടാളം വന്നപ്പോൾ കഅബയുടെ നടത്തിപ്പുകാരനായിരുന്ന അബ്ദുൽ മുത്തലിബ് പോലും പകച്ചുപോയി എന്നാണ്. കഅബക്കൊരു നാഥനുണ്ടെങ്കിൽ ആ നാഥൻ കഅബയെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാചകം അവിടെയായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തെ സംരക്ഷിക്കുകയാണ്, ആനപ്പട്ടാളത്തെ അവിടെ തകർത്ത് കളയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ ഏകദേശം 1.5 മാസം മുമ്പായിരുന്നു ഈ സംഭവം. ആനക്കലഹ സംഭവം എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആനക്കലഹ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ്, അതിൻ്റെ 1.5 മാസം മുമ്പാണ് ഈ സംഭവം നടന്നത് എന്ന് ചരിത്രം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമായിരുന്നു ഈ സംഭവം. ഈ സംഭവവുമായി കഅബയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചരിത്രം കൂടെ നമുക്ക് വായിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുൻപ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു വെള്ളപ്പൊക്കം വരികയാണ്. അവിടെ മക്കയിൽ കഅബ നിലകൊള്ളുന്ന സ്ഥലത്ത് ശക്തമായ വെള്ളപ്പൊക്കം വരികയാണ്. കഅബാലയത്തിൻ്റെ ഭിത്തികളെല്ലാം തകർന്നു പോവുകയാണ്, അത് തകർന്നു വീഴുകയാണ്. ആ സമയത്ത് ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിച്ചു. കഅബയുടെ പുനർനിർമ്മാണത്തിന് അവർ ഒരു നിബന്ധന വെച്ചു.
കാബ പുതുക്കി പണിയുമ്പോൾ ഒരു നിബന്ധനയുണ്ട്. പൈസ വേണമല്ലോ, സമ്പത്ത് വേണമല്ലോ. പക്ഷേ ഹലാലല്ലാത്തൊരു റിയാൽ പോലും ഒരാളും ഇതിലേക്ക് തരാൻ പാടില്ല. എന്താ അങ്ങനെ ഒരു നിബന്ധന വെക്കാൻ കാരണം എന്നറിയോ? അവരുടെ കയ്യിലുള്ളത് മദ്യം വിറ്റ പൈസയാണ്. അവരുടെ കൈകളിലുള്ളത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട പൈസകളാണ്. അവരുടെ കൈകളിലുള്ളത് പലിശയുമായി ബന്ധപ്പെട്ട പൈസകളാണ്. അതുകൊണ്ട് തന്നെ ഹറാമായ ഒരു 5 പൈസ പോലും, ഒരു റിയാൽ പോലും ഈ കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ആരും കൊണ്ടുവരേണ്ടതില്ല എന്ന് ആദ്യമേ അവർ ഒരു നിബന്ധന വെച്ചു. ഒരാളും ഹറാമായ സമ്പാദ്യം ഇവിടേക്ക് കൊണ്ടുവരരുത് എന്നവർ പറഞ്ഞു. അങ്ങനെ പണമൊക്കെ സ്വരൂപിച്ചു. പണമൊക്കെ സ്വരൂപിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്വരൂപിച്ച പൈസ കൊണ്ട് കഅബാലയത്തെ ഉയർത്തിയവർ കുറേ ഉയർത്തി കഴിഞ്ഞപ്പോൾ അത് പൂർത്തിയാക്കാനുള്ള ഹലാലായ സമ്പാദ്യം അവരുടെ കയ്യിലില്ല. കഅബാലയത്തിൻ്റെ ആദ്യമുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ ആ പണി പൂർത്തിയാക്കാനുള്ള പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഹലാലായ പൈസ അവരുടെ കയ്യിലില്ല. അവിടെ വെച്ച് അവർ പണി നിർത്തി. അതാണ് ഹിജർ ഇസ്മായിൽ എന്നുള്ള രൂപത്തിൽ ഒരു ആർച്ച് പോലെ കഅബാലയത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു വളച്ചു കെട്ടിയ രൂപത്തിൽ ഒരു ആർച്ച് പോലെ അവിടെ വെച്ച് ആ പണി നിർത്തി എന്നാണ്. മക്കയിലെ ഖുറൈശികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജനനവുമായി ബന്ധപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെയാണ് ആ സംഭവം അവിടെ ഹിജർ ഇസ്മായിൽ എന്നറിയപ്പെടുന്നത്. ആ കഅബയിൽ അവർ ഉയർത്തിയിട്ടില്ല ആ ഭാഗം, അവിടെ വെച്ച് പണി നിർത്തിയെന്നാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഹിജർ ഇസ്മായിൽ എന്ന ഭാഗം അത് കഅബയിൽ പെട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നഅം, അതെ, അത് കഅബയിൽ പെട്ടതാണ്. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് അത് ഉയർത്താതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, അതിനുള്ള പൈസ, ഹലാലായ പൈസ തികഞ്ഞില്ല എന്നാണ്. അതിനുള്ള ഹലാലായ പൈസ തികഞ്ഞില്ല, അതുകൊണ്ട് അവിടെ വെച്ച് പണി അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആയിഷ ബീവി ചോദിക്കുന്ന ഹദീസിൻ്റെ ഒരു രൂപം നിങ്ങളുടെ മുന്നിൽ പറയുക മാത്രമാണ് ചെയ്യുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്തുകൊണ്ടാണ് അതിൻ്റെ വാതിൽ ഉയർന്നു നിൽക്കുന്നത്? ഭൂമിയിൽ നിന്ന് കഅബയുടെ വാതിൽ നമ്മൾ കണ്ടിട്ടില്ലേ, കഅബ അതിൻ്റെ വാതിൽ കുറച്ച് ഉയർന്നിട്ടാണ്. എന്തുകൊണ്ടാണ് നബിയെ അതിൻ്റെ വാതിൽ ഉയർന്നു നിൽക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, ആയിഷ, നിൻ്റെ ജനതയുടെ പ്രവൃത്തിയാണത് എന്ന് പറഞ്ഞാൽ ഖുറൈശികളായ ആയിഷ ബിയോട് പറയാണ്, നിൻ്റെ ആളുകളുണ്ടല്ലോ, ഈ നാട്ടിലെ ആളുകളുണ്ടല്ലോ, അവരുടെ പ്രവൃത്തിയാണത്. അവർക്കിഷ്ടപ്പെട്ടവരെ പ്രവേശിപ്പിക്കാനും അവർക്കിഷ്ടപ്പെട്ടവരെ, അവർക്ക് വേണ്ടാത്തവരെ തടയാനും വേണ്ടി അവർ ചെയ്ത പണിയാണ് ആ കഅബാലയത്തിൻ്റെ കവാടം, അല്ലെങ്കിൽ ആ കഅബാലയത്തിൻ്റെ വാതിൽ ഉയരത്തിൽ വെച്ചു എന്നുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പണിത കഅബാലയത്തിൻ്റെ കവാടം അങ്ങനെയായിരുന്നില്ല എന്നാണ്. അത് ഭൂമിയുടെ ഭൂമിയോട് തന്നെ ചേർന്ന് താഴ്ഭാഗത്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പണിത കഅബാലയത്തിൻ്റെ കവാടം എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വലൗലാ അന്ന ഖൗമകി ഹദീസുൻ അഹ്ദുകും ബിൽ ജാഹിലിയ. ആയിഷ, നിന്റെ ജനത ഇപ്പോൾ പുതുമുസ്ലിമീങ്ങളായി കടന്നു വന്നവരാണ്. ഇതെപ്പോഴാ പറഞ്ഞെന്നറിയോ? മക്ക വിജയത്തിൻ്റെ ശേഷമാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ അവിടെ തകർത്തുകൊണ്ട് ഈ രൂപത്തിൽ ചെയ്യാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ കഅബ പിടിച്ചടക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ പ്രവർത്തനം എന്നവർ തെറ്റിദ്ധരിച്ചാലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫഅഖാഫു അൻ തുൻകിറ ഖുലൂബകും അൻ ഉദ്ഖിലൽ ജദ്റ ഫിൽ ബൈത്തി. അവരുടെ ഹൃദയങ്ങൾക്ക് പ്രയാസകരമാകുമെന്ന് ഭയക്കുന്നില്ലായിരുന്നുവെങ്കിൽ ആ ഹിജ്റിനെ കഅബയുടെ ഉള്ളിലേക്ക് ഞാൻ ചേർക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ആ ഖുറൈശികൾ അന്ന് പണിത അവിടെ നിർത്തിയല്ലോ, ഹിജ്ർ ഇസ്മായിൽ പകുതിയിൽ വെച്ച് നിർത്തിയല്ലോ, അവർ സമ്മതിക്കുമായിരുന്നുവെങ്കിൽ, അവർ എതിർക്കില്ലായിരുന്നുവെങ്കിൽ ഞാനതിനെ ഉയർത്തുകയും അത് കഅബയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. വഅൻ ഉൽസിക ബാബഹു ബിൽ അർള്.
അതിൻ്റെ വാതിലുകൾ ഭൂമിയോട് ചേർത്ത് വെക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു കഅബക്ക് 2 വാതിലുകൾ വേണമെന്ന്. കഅബയുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ 2 ആഗ്രഹങ്ങളായിരുന്നു. ഒന്ന്, കഅബക്ക് 2 വാതിലുകൾ വേണം. മറ്റൊന്ന്, വാതിൽ ഭൂമിയോട് ചേർന്നായിരിക്കണം, ഉയർത്താതെ തന്നെ നേർക്ക് നേരെ കഅബയിലേക്ക് കയറാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. പക്ഷേ അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നില്ല, ഖുറൈശികൾക്കത് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ആ പണി അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കഅബാലയം പുതുക്കി പണിയുന്ന രംഗം പിന്നീട് വരുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 34-ാമത്തെയോ 35-ാമത്തെയോ വയസ്സ് എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. പ്രവാചകനാകുന്നതിന് മുമ്പേ കഅബാലയത്തിന് ഒരു ചെറിയ കേടുപാട് വന്നപ്പോൾ അതിനെ വീണ്ടും പുനർനിർമ്മിക്കാൻ ഉള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സംഭവം ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോടൊപ്പം കല്ലിങ്ങനെ ചുമന്നു കൊണ്ടുപോകായിരുന്നു. കഅബ പണിയാൻ വേണ്ടിയിട്ട് കല്ലിങ്ങനെ ചുമന്നു കൊണ്ടുപോകായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുത്തിരുന്നത് ഒരൊറ്റ മുണ്ട് മാത്രമാണ്, ഒരു മുണ്ട് മാത്രമാണ്. ആ സമയത്ത് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്അൽ ഇസാറക അലാ റകബതിക, മുഹമ്മദേ, നിന്റെ മുണ്ടുണ്ടല്ലോ അത് നീ ഊരി മാറ്റിയിട്ട് നീ തോളിൽ വെക്ക്, എന്നിട്ട് ആ മുണ്ടിൽ കല്ല് വെക്ക്, അല്ലെങ്കിൽ തോള് വേദനിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയം പണിയാൻ വേണ്ടി വലിയ കല്ലെടുത്ത് ഇങ്ങനെ തോളിൽ വെച്ച് പോകുമ്പോൾ ഇബ്നു അബ്ബാസ് പറയാണ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, നിന്റെ മുണ്ടഴിച്ചിട്ട് തോളിൽ വെച്ച് ആ കല്ലിൽ ആ തോളിൽ ആ മുണ്ട് വെച്ച സ്ഥലത്ത് കല്ല് വെക്ക്, അല്ലെങ്കിൽ തോള് വേദനിക്കുമെന്ന്. അറബികളെ സംബന്ധിച്ചിടത്തോളം ആ മുണ്ടഴിച്ചു മാറ്റാന്നുള്ളത് വലിയ വിഷയമായിരുന്നില്ല എന്നാണ് ഇത് പറയാനുള്ള കാരണമായി ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സമയത്ത് ഇത് കേട്ട മാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ടഴിച്ചു. പ്രവാചകൻ ആ മുണ്ട് തോളിൽ മുണ്ടഴിക്കേണ്ട താമസം പ്രവാചകൻ അവിടെ ബോധം കെട്ടു വീണുന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ബോധം കെട്ടു വീണു. അതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയുന്നത് പ്രവാചകൻ അല്ലാഹു സംരക്ഷിച്ചതായിരുന്നു. കാരണം പ്രവാചകന്റെ നഗ്നത ഒരാളും കാണരുത് എന്നത് അള്ളാഹുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മുണ്ടഴിക്കാൻ തുടങ്ങിയ സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുണ്ടഴിക്കാൻ തുടങ്ങിയ സമയത്ത് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധരഹിതനാക്കിയത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. ഇതിനു ശേഷം കഅബയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വേറെയുമുണ്ട്. കാലം കുറേയായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതിനുശേഷം ഖുലഫാഉ റാഷിദുകളുടെ കാലം കഴിഞ്ഞു. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഭരണകാലം കഴിഞ്ഞു. അതിനൊക്കെ ശേഷം യസീദിൻ്റെ ഭരണകാലത്ത് മക്കയിലെ അമീറായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായതുപോലെ ഒരാഗ്രഹം തോന്നി. എന്താ റസൂലുള്ളാഹിക്കുണ്ടായ ആഗ്രഹം? കഅബാലയത്തിന് 2 കവാടം വേണം, 2 വാതിൽ വേണം. മാത്രമല്ല കഅബാലയത്തിൻ്റെ വാതിൽ മണ്ണിനോട് ചേർന്ന് താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരണമെന്ന് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന് ഒരാഗ്രഹമുണ്ടാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം, അദ്ദേഹം ഭരണാധികാരിയാണല്ലോ, അദ്ദേഹത്തിന് അത് ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അവിടെയുള്ള ചില ആളുകളുമായി കൂടിയാലോചിച്ചപ്പോൾ വേണ്ട എന്നാണ് അഭിപ്രായം കിട്ടിയത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് കഅബാലയത്തെ പൊളിക്കുകയും കഅബാലയത്തിന് 2 കവാടങ്ങൾ ഉണ്ടാക്കുകയും ആ കഅബാലയത്തിൻ്റെ കവാടം ഭൂമിയോട് ചേർത്ത് വെക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പ്രശ്നങ്ങൾ ആരംഭിച്ചു. അതിശക്തമായ യുദ്ധങ്ങൾ നടന്നു. അവസാനം സംഘട്ടനത്തിനൊടുവിൽ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയാണ്. ഹിജ്റ 73 ഈ സംഭവം. ഹിജ്റ 73 ഈ സംഭവം. ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് എന്ന് ചരിത്രത്തിൽ കാണുകയാണ്. പിന്നീട് ഹജ്ജാജ് മക്കയിലെ ഭരണാധികാരിയായി. ഈ സുബൈർ റളിയല്ലാഹു അൻഹു ചെയ്തതൊക്കെ ഹജ്ജാജ് മാറ്റാണ്, വീണ്ടും കഅബയെ പൊളിച്ചു. എന്നിട്ട് എങ്ങനെയാണോ ഖുറൈശികൾ കഅബയെ നിർമ്മിച്ചത്
അതുപോലെ ഹജ്ജാജ് വീണ്ടും ഒരു കവാടം മാത്രം, ആ കവാടം കുറച്ച് ഉയരത്തിൽ നേരത്തെ എങ്ങനെയായിരുന്നോ ഖുറൈശികൾ ഉണ്ടാക്കിയത് അതേ രൂപത്തിൽ ഹജ്ജാജ് ഉണ്ടാക്കുകയാണ്. ഹജ്ജാജിൻ്റെ ഭരണകാലം വീണ്ടും കഴിഞ്ഞു. ഹജ്ജാജിൻ്റെ ഭരണത്തിന് ശേഷം അബ്ബാസി ഭരണകാലം വരികയാണ്. അന്നൊരു മഹ്ദി എന്നു പേരുള്ള ഒരു ഭരണാധികാരി വന്നു. ഇമാം മഹ്ദിയല്ല, മഹ്ദി എന്നു പേരുള്ള ഒരു ഭരണാധികാരി വന്നു. ആ ഭരണാധികാരി സത്യസന്ധനായ ഭരണാധികാരിയാണ്. അദ്ദേഹം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ ജുബൈറിന് ശേഷം ഹജ്ജാജിൻ്റെ കാലശേഷം അബ്ബാസി ഭരണകാലം വന്ന സമയത്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ഈ മഹ്ദി എന്ന ഭരണാധികാരി അന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഞാനിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തതുപോലെ ആക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം വന്ന ആ സമയത്ത് ഇപ്പം നിൽക്കുന്നത് പോലെയാണ് കഅബാലയം, ഒരു കവാടം മാത്രം, അതുപോലെ തന്നെ ആ കവാടം ഉയരത്തിലാണ്. മഹാനായ ഈ മഹ്ദി എന്ന് പേരുള്ള ഭരണാധികാരിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, റസൂലുള്ളാഹിൻ്റെ ആഗ്രഹം നിറവേറ്റണം. ശേഷം വന്ന സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗ്രഹം നിറവേറ്റണം, അതാണ് തൻ്റെയും ആഗ്രഹം എന്ന് മഹ്ദി പറയുകയാണ്. അങ്ങനെ ആഗ്രഹം മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, കഅബയെ പൊളിക്കല്ലേ നമുക്ക്, എന്നിട്ട് 2 കവാടങ്ങൾ വെക്കല്ലേ, ഒരു കവാടം താഴ്ത്തി വെക്കല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വേണ്ട, ഇനി അങ്ങനെ ചെയ്യണ്ട. ഓരോ ഭരണാധികാരികൾ വരുമ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഅബയെ പൊളിക്കുകയും കഅബയെ പുതുക്കി പണികയും, വീണ്ടും അടുത്ത ഭരണാധികാരി വരുമ്പോൾ വീണ്ടും കഅബയെ പൊളിച്ച് വീണ്ടും പുതുക്കി പണികയും, അടുത്ത ഭരണാധികാരി വരുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ കഅബ ഒരു കളിപ്പാവയായി മാറും. ആളുകൾക്ക് കഅബയോടുള്ള ബഹുമാനം കുറയും, ആളുകൾക്ക് കഅബയോടുള്ള പേടിയില്ലാതെയാവും. അതുകൊണ്ട് വേണ്ട, ഇത് തന്നെ മതിയെന്ന് ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ ഭരണാധികാരിയായ മഹ്ദിയോട്, മക്കയിലെ ഭരണാധികാരിയായ മഹ്ദിയോട് പറയുകയും അതങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്തു എന്നതാണ്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന കഅബാലയത്തിൻ്റെ രൂപം. അതാണ് അന്നത്തെ ഖുറൈശികൾ ഉണ്ടാക്കിയ രൂപം. ആ രൂപത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയൊരു കാലം വരാനുണ്ട്, അന്ന് കഅബാലയം തകർക്കപ്പെടും. നേരത്തെ കഅബാലയത്തെ തകർക്കാൻ വന്നവരെ പടച്ച റബ്ബ് ഇല്ലാതെയാക്കുകയും കഅബയെ സംരക്ഷിക്കുകയും ചെയ്തുവെങ്കിൽ ഇനിയൊരു കാലം വരാനുണ്ട്, അന്ന് ഖിയാമത്തിൻ്റെ അടയാളമാണ്. ആ അടയാളത്തിൽപ്പെട്ടതാണ് കഅബാലയം തകർക്കപ്പെടും. യുഖരിബുൽ കഅബ ദുസ്സുവൈഖതൈനി മിനൽ ഹബ്ശ, ഹബ്ശീനയിൽ നിന്നുള്ള, എത്യോപ്യയിൽ നിന്നുള്ള മെലിഞ്ഞ ഒരാൾ, കറുത്തിരുണ്ട ഒരാൾ, അയാൾ നടക്കുമ്പോൾ കാലുകൾ പോലും വല്ലാതെ പ്രയാസമാണ്, അകന്നകന്നിട്ടായിരിക്കും അയാൾ നടക്കുക. അങ്ങനത്തെ ഒരാൾ വരും, എത്യോപ്യയിൽ നിന്നൊരാൾ വരും, അയാൾ കറുത്തിരുണ്ടവനായിരിക്കും, അയാൾ കഅബയെ തകർക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഖിയാമത്തിൻ്റെ അടയാളമാണ്, കഅബാലയം തകർക്കപ്പെടും. മറ്റൊരു ഹദീസിൽ കാണാം, കഅന്നി ബിഹി അസ്വദ അഫ്ഹജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനിങ്ങനെ നോക്കി കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നേർക്ക് നേരെ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? കഅന്നി ബിഹി അസ്വദ അഫ്ഹജ, കറുത്തൊരു മനുഷ്യനാണ്, തുടകൾക്കിടയിൽ അകൽച്ചയുണ്ട്. യഖ്ലഉഹ ഹജറൻ ഹജറ, അവനതാ അതിൻ്റെ ഓരോ കല്ലും പൊളിച്ചു മാറ്റുകയാണ്, കഅബയെ പുതപ്പിച്ച കിസ്വ കീറിക്കളയുകയാണ്, കഅബയുമായി ബന്ധപ്പെട്ട സ്വർണങ്ങൾ അവൻ മോഷ്ടിക്കുകയാണ്, കൊള്ളയടിക്കുകയാണ്. കഅബാലയുമായി ബന്ധപ്പെട്ട് വായിച്ചു നോക്കിയാൽ കാണാം, കഅബാലയത്തിൻ്റെ കവാടത്തിൽ മാത്രം 250 കിലോ സ്വർണമുണ്ട് എന്നാണ്, അതല്ലാത്ത ചുമരിൽ വേറെയുമുണ്ട് എന്നാണ്. കഅബാലയത്തിൻ്റെ മേലെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള സ്വർണ്ണപ്പാത്തി എന്നൊക്കെ, അതൊക്കെ സ്വർണ്ണമാണ്, വിലപിടിപ്പുള്ളതാണ്, അതവൻ മോഷ്ടിച്ചു കൊണ്ടുപോകും എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുകയാണ്. അന്ന് കഅബ പൊളിക്കപ്പെടും, അന്ന് അല്ലാഹു സംരക്ഷിക്കൂല കഅബയെ. എന്തേ കാരണം എന്നറിയോ? അന്ന് കഅബയെ ആർക്കും വേണ്ടാതെയാകും. എന്തുകൊണ്ടാണെന്നറിയോ? അന്ന് നല്ല മനുഷ്യന്മാരില്ലാതെയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅ ഹത്താ ലാ യുഹജ്ജൽ ബൈത്ത്,
ഹജ്ജ് നിർവഹിക്കപ്പെടാത്തൊരു കാലം വരും, അതല്ലാതെ ഖിയാമം സംഭവിക്കൂല. ഹജ്ജ് നിർത്തും, ഹജ്ജ് നടക്കാത്തൊരു കാലം വരും, ഹജ്ജ് നടക്കൂല. കാരണം എന്താ? നല്ല മനുഷ്യന്മാരില്ല, നിസ്കരിക്കുന്നവരില്ല. നിസ്കരിക്കുന്നവരുണ്ടെങ്കിലല്ലേ കഅബയെ വേണ്ടൂ. നിസ്കരിക്കാത്ത, ഹജ്ജ് നിർവഹിക്കാത്ത, പടച്ചറബിനെ പേടിയില്ലാത്ത, കഅബയെ ബഹുമാനിക്കാത്ത തികച്ചും നികൃഷ്ടരായ ഒരു വിഭാഗം ആളുകൾ അവസാന കാലത്ത് വരും. അന്ന് കഅബാലയം തകർക്കപ്പെടും. അത് അബസീനയിൽ നിന്നും എത്യോപ്യയിൽ നിന്നുള്ള കറുകറുത്ത ഒരു മനുഷ്യനായിരിക്കും കടന്നു വരിക. അവനിങ്ങനെ കഅബയെ പൊളിക്കുന്നതും അതിൻ്റെ ഓരോ കല്ലെടുത്തു മാറ്റുന്നതും അതിൻ്റെ കിസ്വ കീറിക്കളയുന്നതും അതിൻ്റെ സ്വർണം കൊള്ളയടിക്കപ്പെടുന്നതും ഞാനിങ്ങനെ കാണുന്നുവെന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ സഹോദരങ്ങളെ ഹദീസിലുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, കഅബയെക്കുറിച്ചുള്ളൊരു ചെറിയ വിവരണം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത്തരം അള്ളാഹുവിൻ്റെ ഷിആറുകളെ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഇനി അവിടെയുണ്ട് മഖാമു ഇബ്രാഹിമുണ്ട്, ഹജറുൽ അസ്വദ് ഉണ്ട്, സ്വർഗത്തിലെ കല്ലാണ്. എന്തൊക്കെയാണെന്നറിയോ ഹജറുൽ അസ്വദിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്താ മഖാമു ഇബ്രാഹിം എന്നറിയോ? അവിടെ സംസമുണ്ട്. സംസമിൻ്റെ പ്രത്യേകത പഠിച്ചിട്ടുണ്ടോ നമ്മൾ? അവിടെയുണ്ട് സഫയും മർവയുമുണ്ട്. ഇങ്ങനെയുള്ള ഷിആറുകളെ കുറിച്ച് അറിയണം, അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം, അത് പഠിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ ആർക്കാണോ അള്ളാഹുവിൻ്റെ ഷിആറുകളെ ബഹുമാനിക്കാൻ കഴിയുക അതവൻ്റെ തഖ്വയുടെ അടയാളമാണ് എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ച് അറിയുക, പഠിക്കുക, കൂടുതൽ കൂടുതൽ വായിക്കുക, കേൾക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നമ്മളൊരു പുതിയ സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളൊന്ന് പരിചയപ്പെട്ടോ.